താരസംഘടന അമ്മയുടെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഇന്നാണ്. ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ്. 30 വർഷമായി സംഘടനയുടെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇടവേള ബാബു ജനറൽ സെക്രട്ടറി സ്ഥാനം ഒഴിയും. അശ്വിൻ പാലാടി കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാറുണ്ട്. അശ്വിൻ, ഏതൊക്കെ പാനലുകളാണ് മത്സര രംഗത്തുള്ളത്, എന്തൊക്കെയാണ് വിവരങ്ങൾ? ഗോപീഷൻ അല്പസമയം മുമ്പ് വാർഷിക പൊതുയോഗം ആരംഭിച്ചു. ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണ് കടുത്ത മത്സരം ഇത്തവണ നടക്കുന്നത്. സിദ്ദിഖ് ഒപ്പം കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവരാണ് ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് നാമനിർദ്ദേശ പത്രിക നൽകി മത്സരിക്കുന്നത്. ഔദ്യോഗിക പക്ഷത്തിന്റെ പിന്തുണ സിദ്ദിഖിനാണ്. അദ്ദേഹം 4 തവണ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായൊക്കെ പ്രവർത്തിക്കുകയും ഒപ്പം സജീവമായി അമ്മ രംഗത്തുണ്ടായിരുന്ന ആളുമാണ്. ഒപ്പം പ്രസിഡന്റായി മോഹൻലാൽ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. ട്രഷററായി ഉണ്ണി മുകുന്ദനും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. പക്ഷേ ഈ നാമനിർദ്ദേശ പത്രിക കൊടുത്ത 2 പേരുണ്ടായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക്. അത് കുക്കു പരമേശ്വരനും അനൂപ് ചന്ദ്രനുമാണ്. എന്നാൽ മോഹൻലാൽ മത്സര രംഗത്തേക്ക് എത്തിയതോടുകൂടി ഇരുവരും പത്രിക പിൻവലിക്കുകയായിരുന്നു. എന്തായാലും നിർണായക തെരഞ്ഞെടുപ്പ് തന്നെയാണ് നടക്കുന്നത്. അമ്മ 30 വർഷമായി തലപ്പത്തുണ്ടായിരുന്ന ഇടവേള ബാബു സ്ഥാനം ഒഴിയുന്നു എന്നുള്ള പ്രത്യേകത കൂടിയുണ്ട്. പുതുമക്കാർ വരട്ടെ, പുതിയ ആളുകൾ വരട്ടെ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ നിലപാട്. എന്തായാലും ഉച്ചയ്ക്ക് ശേഷമാണ് ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അതിനുശേഷം വാർത്താ സമ്മേളനം അടക്കം സംഘടിപ്പിച്ചിട്ടുമുണ്ട്. ഗോപി. ശരി, അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന്.